രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ കടുത്ത അതൃപ്തിയുമായ RJD. സീറ്റ് നിർണയത്തിൽ LDF-ൽ ഉഭയകക്ഷി ചർച്ച നടന്നിട്ടില്ല. അവഗണനയെന്നും ശ്രേയാംസ് കുമാർ. UDF-ൽ നിന്ന് ക്ഷണമുണ്ടെന്നും RJD. വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ. തെരഞ്ഞെടുപ്പ് പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാനെന്ന് രാഹുൽ. ഏത് മണ്ഡലം ഒഴിയണമെന്ന കാര്യത്തിൽ താൻ ധർമ്മസങ്കടത്തിലെന്നും രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രിയെ വിമർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. నేను నారా చంద్రబాబు నాయుడు అనే నేను శాసనం ద్వారా నిర్మితమైన ఆంధ్రప్రదేశ్ రాష్ట్ర ముఖ్యమంత్రిగా చేకూరుస్తానని దైవ సాక్షిగా ప్రమాణం చేస్తున్నాను. ആന്ധ്രയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചന്ദ്രബാബു നായിഡു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി. ഒഡീഷയിലെ സത്യപ്രതിജ്ഞ വൈകിട്ട്. 18ാം ലോക്സഭാ സമ്മേളനം ജൂൺ 24 മുതൽ ജൂലൈ 3 വരെ. കുവൈറ്റിൽ വൻ തീപിടുത്തം. തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ 41 പേർ മരിച്ചു. 2 മലയാളികളും ദുരന്തത്തിനിരയായതായി റിപ്പോർട്ട്. സഭാതർക്കത്തിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. സർക്കാർ യാക്കോബായ വിഭാഗത്തെ പ്രീണിപ്പിക്കുകയാണെന്ന് വിമർശനം. കോടതി വിധി നടപ്പിലാക്കാൻ ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ലെന്നും ഹൈക്കോടതി. T20 ലോകകപ്പിൽ ഇന്ത്യ അമേരിക്ക പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക് ഈസ്റ്റ് മെഡോവിൽ. സൂപ്പർ 8 സാധ്യതകൾ സജീവമാക്കാൻ ഇന്ത്യ. വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാനാണെന്നും ഏത് മണ്ഡലം ഒഴിയണമെന്ന കാര്യത്തിൽ ധർമ്മസങ്കടത്തിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാനെത്തിയ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകരണമാണ് എടവണ്ണയിൽ UDF പ്രവർത്തകർ ഒരുക്കിയത്. ഭരണഘടന ഉയർത്തിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഭരണഘടന അഭിമാനമാണെന്നും അതിൽ തൊട്ടുകളിക്കരുതെന്നാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയതെന്നും രാഹുൽ പറഞ്ഞു. Thank you very much for your love and your affection.